എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. പെസഹയുടെ അപ്പം ഉണ്ടാക്കാൻ എല്ലാവരും തയ്യാറായോ? കൽത്തപ്പം. അപ്പത്തിന് വേണ്ടി നമ്മൾ ചെറുതായിട്ട് തേങ്ങ അരിഞ്ഞെടുക്കല്ലേ. അപ്പോൾ നമുക്ക് ചിരട്ടയിൽ നിന്ന് തേങ്ങ എളുപ്പത്തിൽ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ച് ആവി ഏറുന്ന സമയത്ത് നമുക്ക് പൊട്ടിച്ച് വെച്ച തേങ്ങ ഇതുപോലെ കമത്തി വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആവി ഏറണം. ഒരു അരമണിക്കൂറോളം ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. തേങ്ങ ഇതുപോലെ കമത്തി വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം. കമത്തി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ തേങ്ങയിലുള്ള വെള്ളമൊക്കെ വറ്റി കിട്ടും. നമുക്ക് തേങ്ങ വറക്കാൻ എടുക്കാമെങ്കിൽ മാത്രമേ ഇതേപോലെ ചെയ്യാൻ പാടുള്ളൂ. തേങ്ങ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ഇതേപോലെ ഒന്നും ചെയ്ത് നോക്കരുത് കേട്ടോ. നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് അടത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. നമുക്കിനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി ഏറുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ആവി ഏറിയ ശേഷം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ അപ്പച്ചെമ്പ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. തേങ്ങയും നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തേങ്ങ ഇത് കണ്ട ഇതേപോലെ വേഗം അടന്ന് കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കത്തി വെച്ച് അടത്തിയെടുക്കണത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട ഇതേപോലെ നന്നായിട്ട് വേഗം അടന്ന് കിട്ടും കേട്ടോ. നമുക്ക് വറുക്കാനും എളുപ്പമാണ് ഇങ്ങനെ അടന്ന് കിട്ടിക്കഴിഞ്ഞാൽ. അരിഞ്ഞെടുക്കണം ബുദ്ധിമുട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കൽത്തപ്പം ഉണ്ടാക്കാൻ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വറുത്തെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ആവി കയറ്റിയത്. ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എല്ലാവർക്കും തേങ്ങ നന്നാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. പച്ചത്തേങ്ങ നമ്മൾ അടത്തിയെടുക്കണതിന് എളുപ്പമായിട്ട് നമുക്ക് ആവി കയറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതുപോലെ അടത്തിയെടുക്കാം കേട്ടോ. ഇത് കണ്ട ഈ രീതിയിൽ നമുക്ക് എല്ലാ തേങ്ങയും അടത്തിയെടുക്കാൻ പറ്റും. എളുപ്പമായിട്ട് പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഞാനപ്പോൾ ഓരോന്നും ചെറുതായിട്ട് ഇങ്ങനെ വേഗം അടത്തിയെടുത്തു കേട്ടോ. സിമ്പിളായിട്ട് പോകുന്നു, എളുപ്പമായിട്ട് അടത്തിയെടുക്കാൻ പറ്റി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ. ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട്. അപ്പത്തിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി അരിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട് നമ്മുടെ തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കഴന്ന് പോരും കേട്ടോ. ഇതുണ്ട് നമ്മുടെ ആ തേങ്ങയുടെ കളറ് വന്നിട്ടുണ്ട്. തേങ്ങ ഒട്ടിപ്പിടിച്ചതിൻ്റെ കുഴപ്പമില്ല, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിരട്ടയുടെ കളറാണത്. ഞാനപ്പോൾ തേങ്ങ എല്ലാവരും ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തു. ഇനി നമുക്കിത് വറുത്തെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനും നമുക്ക് എളുപ്പമായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇതേപോലത്തെ കാണിച്ചു തരാം. ഇതേപോലത്തെ ഗ്രേറ്ററിലാണ് ഞാൻ അരിഞ്ഞെടുത്തത്. വേണ്ട ഇതിൻ്റെ ഈ സൈഡ് വെച്ച് നമുക്ക് അരിഞ്ഞെടുക്കാൻ എളുപ്പമാട്ടോ. എല്ലാവരും ഒന്ന് ഇതേപോലെ ചെയ്ത് നോക്കിക്കോ. സിമ്പിളായിട്ട് നമുക്ക് തേങ്ങയൊക്കെ അരിഞ്ഞ് അപ്പം ഉണ്ടാക്കാം. ഞാൻ മുഴുവൻ അരിഞ്ഞെടുത്തു. ഇനി നമുക്കിത് വറുക്കാൻ വെക്കണം. ഉള്ളി അടുപ്പത്ത് വെച്ച് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കുകയാണ്. നമ്മൾ തേങ്ങ ആവി കയറ്റിയതുകൊണ്ട് നമുക്ക് വേഗം വറുത്തെടുക്കാനും പറ്റും കേട്ടോ. കുറച്ച് സമയം കൊണ്ട് നമുക്ക് വേഗം വറുത്തെടുക്കാൻ പറ്റും. നമ്മുടെ തേങ്ങ ഇവിടെ ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. വേഗം വറുക്കാൻ പറ്റിയിട്ട് എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ തേങ്ങ ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ എല്ലാവരും വേഗം പോയി അപ്പത്തിന് വേണ്ടി ഈ രീതിയിൽ തേങ്ങ തയ്യാറാക്കി നോക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.